നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മളൊരു അവൽ മിൽക്ക്, അവൽ മിൽക്ക് മാത്രമല്ല അവൽ സാഗോ മിൽക്കാണ്, അതായത് അവലിൻ്റെ കൂടെ നമ്മൾ ചവ്വരിയും കൂടി ഇട്ടിട്ട് ഉള്ള ഒരു മിൽക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചവ്വരി വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ചവ്വരി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചവ്വരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ചവ്വരി പായസം, അതായത് ചവ്വരി വേവിച്ചിട്ട് പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാത്രി ഫുഡിന് ആഹാരം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു പാലാണ് ചവ്വരി കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ അവൽ മിൽക്കിലോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഇപ്പം നമ്മൾ സാധാരണ പൊരി അവലാണ് മേടിക്കേണ്ടത്, പക്ഷേ ഇപ്പം നമുക്ക് ഇത് അവൈലബിൾ അല്ലാത്ത കാരണം സാധാരണ അവലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ അവൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം, അതായത് നല്ല ഒരു ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ അതിൻ്റെ നിറം മാറരുത്, ബ്രൗൺ കളർ ആകരുത്, അവലിൻ്റെ ആ തനതായിട്ടുള്ള ആ നിറം തന്നെ ആയിരിക്കണം. പക്ഷേ അപ്പം തീ കുറച്ചിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് അവലെടുക്കാനായിട്ട്. അപ്പോൾ അവലെടുത്തു. ഇനി നമുക്ക് വേണ്ടുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ കപ്പലണ്ടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്, ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കപ്പലണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോൾട്ടഡ് ആയിട്ടുള്ള കപ്പലണ്ടിയാണ്. അപ്പം സാധാരണ സോൾട്ടഡ് അല്ലാത്ത കപ്പലണ്ടി ഇടുന്നതിനേക്കാളും കുറച്ച് സോൾട്ടഡ് ആയിട്ടുള്ള കപ്പലണ്ടി ഇടുന്നതാണ് അവൽ മിൽക്കിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു ചിക്കു ഷേക്ക് പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലും ഞാൻ ഈ സോൾട്ടഡ് കപ്പലണ്ടി തന്നെയായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്ത പോലെ തന്നെ അവലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, അത്രയും മാത്രം പൊടിഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ വറുത്തും കൂടി വെച്ചിരിക്കുന്ന കാരണം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി പൊടിച്ചത്, അവൽ പൊടിച്ചത്. അപ്പോൾ ഞാൻ സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പൊടിക്കാത്ത അവൽ അങ്ങനെ വറുത്തിട്ട് അങ്ങനെ തന്നെയാണ് ഇടുന്നത്, പക്ഷേ ഞാൻ കപ്പലണ്ടിയും അവലും പൊടിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം, ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് പഞ്ചസാരയും പഴവും ഇട്ടിട്ട് പഴം ഇങ്ങനെ ഒന്ന് എന്താ പറയണ്ടേ, നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ പഴം എന്ന് പറയുന്ന പാളയംകോടൻ പഴമായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ, എന്നാൽ ആ ഒരു പുളി രസം കൂടി വരത്തുള്ളൂ. അപ്പോൾ പഴം ഒന്നുകിൽ ഗ്ലാസിൻ്റെ അടിയിൽ ബേസിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇതുപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം ലെയറായിട്ട് നമ്മൾ അടുക്കുന്നതിനനുസരിച്ചിട്ട് പഴം ഇങ്ങനെ മാഷ് ചെയ്തതും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ബേസിൽ തന്നെയാണ് പഴം സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റാണ്. അപ്പം ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ ബോൺവിറ്റ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ബൂസ്റ്റാണ്. അപ്പം പഴത്തിൻ്റെ മുകളിൽ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു, അതിനുശേഷം പിന്നെ അവൽ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തു, പൊടിച്ചത് ഇട്ട് കൊടുത്തു, പിന്നെ കപ്പലണ്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പം ഏറ്റവും ലാസ്റ്റാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ചവ്വരി പായസം, അതും കൂടി ഇതിൻ്റെ ഇടയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ചവ്വരി കൂടി ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അവൽ മിൽക്കിന്. അപ്പോൾ ഇനി ഞാൻ പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ ഈ ഓരോ ലെയറിലും ഞാൻ പാലൊഴിച്ച് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചിടുമ്പോഴത്തേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ താഴോട്ട് ഇറങ്ങത്തില്ല. ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കണമെങ്കിൽ പാൽ താഴോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ പാലൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പാൽ താഴോട്ട് ഇറങ്ങി അവലൊന്ന് കുതിർന്നിരുന്നോളും. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് അടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ്, അതായത് കപ്പലണ്ടിയും അവലും പൊടിച്ചെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ അവൽ പൊടിക്കാതെ ഫ്രഷായിട്ട് വറുത്തിട്ട് തന്നെ ഇടുമ്പോഴത്തേക്ക് അവൽ വേറെ, കപ്പലണ്ടി വേറെ, പാല് വേറെ അങ്ങനെ കിടക്കും. അപ്പോൾ എനിക്കതിനോടൊരു താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പാല് കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു പാലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ ചൗരി പായസത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഈ ചൗരി പായസം കൂടി ഇതിലോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള അവൽ മിൽക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടും അവൽ മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ അതൊരു സുഖമില്ലാത്ത പരിപാടിയായിട്ട് തോന്നി. കാരണം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആ ലെയറായിട്ടുള്ള ഓരോ സംഭവങ്ങൾ കാണണമല്ലോ, അതൊരു ഭംഗിയാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും മിക്സിയിൽ അടിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ലെയറായിട്ട് ഇങ്ങനെ അടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പൊടിക്കാത്ത അവൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പൊടിക്കാത്ത കപ്പലിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് 1-2 കുറച്ച് ഇങ്ങനെ വെതറി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ഓതൻറ്റിക്കായിട്ടുള്ള അവൽ മിൽക്ക് റെസിപ്പിയിൽ ചൗരി പായസവും ചേർക്കത്തില്ല, അതുപോലെ തന്നെ പൊടിക്കത്തുമില്ല കേട്ടോ. അതുപോലെ പാല് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലായിരുന്നു. ചൗരി പായസം ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരുന്നു. ഇനി അതിൻ്റെ മേളിൽ അപ്പം എല്ലാം നമ്മൾ ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് ചെയ്യാം. ടോപ്പിങ്ങിനായിട്ട് വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുത്തത് ഒരു സ്കൂപ്പ്. അതിനുശേഷം കുറച്ച് ബോൺവിറ്റ വെതറി, പിന്നെ നമ്മുടെ അവലും കപ്പലിൻ്റെയൊക്കെ പൊടിക്കാത്ത കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർണിഷ് ചെയ്യാനായിട്ട്, അതും കൂടി വെച്ച് ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അവൽ സാഗോ മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. പോഹ സാഗോ മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.